Hello everyone, welcome back. This is Nirjana here from Leo Tales. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ റീസെൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഒരു ഓയിലി ടീ സോൺ ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അല്ലാതെ കുറച്ച് ഡ്രൈ ആണ്. സോ അതാണ് എൻ്റെ ജനറൽ സ്കിൻ ടൈപ്പ്. ആൻഡ് വി ലിവ് ഇൻ കേരള, സോ വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ളൊരു വെതറിലാണ്. അത്യാവശ്യം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിൻ ടൈപ്പാണ്. പിമ്പിൾസ് ഒക്കെ വരാം. ഇപ്പോൾ ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഞാൻ പ്രോഡക്ട്സ് കുറച്ച് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാലും സോ ദാറ്റ് ഇസ് മൈ ബേസിക് സ്കിൻ ടൈപ്പ്. അപ്പം മോയ്സ്ചറൈസർ, ഫേസ് വാഷ്, എക്സ്ഫോളിയേറ്റ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഐ കെയർ, ലിപ് കെയർ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഈ ഐ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ജനറ്റിക് ഒക്കെ ആണെങ്കിൽ അതൊരു ഐ പ്രോഡക്റ്റ് കൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല. ലിപ് കെയർ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കാണിച്ചിരുന്നു. അത്രത്തിൻ്റെ ഒരു 4 ലിപ് പ്രോഡക്റ്റ് സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് തീർന്നിട്ടില്ല ഇതുവരെ. ലിപ് സീറം, ലിപ് സ്ക്രബ്, മാസ്ക്, ബാം, അത് തീർക്കാതെ ഇനി വേറെ വാങ്ങുന്നില്ല. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് ദി അതർ പ്രോഡക്ട്സ്. ഫസ്റ്റ് വൺ ഇസ് എ ഫേസ് വാഷ്. 2 ഫേസ് വാഷ് ഉണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട്. അതിനകത്ത് ഒരു ജെൻറ്റിൽ ഫേസ് വാഷ് വിച്ച് ഇസ് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. അതായത് നിങ്ങൾക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണം, എല്ലാവർക്കും ഉപയോഗിക്കാം, ആർക്കും പ്രശ്നമൊന്നും ഇല്ല എന്ന് അങ്ങനത്തെ ടൈപ്പ് ഒരു ഫേസ് വാഷാണ് പിൽഗ്രിമിൻ്റെ. ദിസ് ഇസ് ദ വൺ. So this is the Hydra Glow Gel Face Wash. നിയാസിനമൈഡും ഹൈലറോണിക് ആസിഡുമാണ് ഉള്ളത്. ഹൈഡ്രേറ്റഡ് ഗ്ലോയി സ്കിൻ. ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേയും കൂടെ ഇത് യൂസ് ചെയ്തിട്ടാണ് ഫേസ് വാഷ് ചെയ്തത്. ഭയങ്കര ലാദർ വരുന്ന ടൈപ്പ് ഒരു ഫേസ് വാഷ് അല്ല. ലാദർ തീരെ ഇല്ല എന്നല്ല, പക്ഷെ ഭയങ്കര ലാദറിങ് അങ്ങനെയല്ല. കഴുകി കഴിയുമ്പോഴത്തേക്കും ഫേസ് ഫീൽസ് വെരി ക്ലീൻ. അത്യാവശ്യം ഒരു ഡെയിലി ഡേർട്ടൊക്കെ കളയാനുള്ള, ഡെയിലി ഫേസിൽ വരുന്ന അഴുക്കൊക്കെ കളയാൻ പറ്റും. മേക്കപ്പ് റിമൂവൽ അല്ല. ആൻഡ് ഇവിടെയൊക്കെ എനിക്ക് ഡ്രൈനെസ് ഉണ്ട് ജനറലി. അപ്പോൾ ഞാൻ പൊതുവെ എപ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ചെയ്യും. അങ്ങനെ ഡ്രൈ ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല. ബട്ട് ഐ ലൈക്ക് ദ സ്മെൽ ഓൾസോ. ഇറ്റ്സ് വെരി നൈസ് ജെൻറ്റിൽ ഫ്രേഗ്രൻസ്. ആൻഡ് പ്രൈസും വളരെ അഫോർഡബിൾ ആണ്. യു ആർ ഗെറ്റിംഗ് 100 ml എന്തോ ആണ്. 100 200 താഴെയാണ് എൻ്റെ പ്രൈസ് 100 ml. സോ ക്വാണ്ടിറ്റി വൈസ് ഇറ്റ് ഇസ് ഗുഡ്. ഇങ്ങനത്തെ ഒരു ഫ്ലിപ്പ് ക്യാപ്പ് മെക്കാനിസമാണ്. വില റീപർച്ചേസ് എന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു നോ നോൺസെൻസ് ഫേസ് വാഷ് എനിക്ക് വേണം എന്നുണ്ടെങ്കിൽ, അതായത് എൻ്റെ സ്കിൻ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന, ആക്റ്റീവ്സ് ഒന്നും ഇല്ലാത്ത, സംതിങ് ദാറ്റ് വിൽ നോട്ട് മേക്ക് മൈ സ്കിൻ ഫീൽ വേഴ്സ്, അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആയിരിക്കും. ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇറ്റ് അഗെയിൻ. ദ സെക്കൻഡ് ഫേസ് വാഷ്, അത് കാണിക്കുന്നതിന് മുന്നേ ലെറ്റ് മീ ഷോ യു ദിസ്. ഫോക്സ്ടെയിലിൻ്റെ ഈ ഒരു ഡെയിലി ഡ്യുവറ്റ് ക്ലെൻസർ അവിടെ പ്രോബ്ലി മോസ്റ്റ് ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് കാണുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇറ്റ്സ് കോൾഡ് ഡ്യുവറ്റ് ബിക്കോസ് ഇത് ഫേസ് വാഷ്, അത് ഫേസ് ക്ലെൻസറായിട്ട് ആക്ട് ചെയ്യും. മേക്കപ്പ് റിമൂവലിനും ഡെയിലി മേക്കപ്പ് റിമൂവലിനായിട്ടും യൂസ്ഫുൾ ആണ്. അത്യാവശ്യം ഇപ്പോൾ പുറത്ത് പോയിട്ട് ഓഫീസിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ജസ്റ്റ് ഐലൈനർ ഞാൻ മിസലാർ വാട്ടർ വെച്ച് റിമൂവ് ചെയ്യും. പക്ഷേ ബാക്കി ഫേസിൽ ഇപ്പോൾ എന്തെങ്കിലുമുള്ള കോമ്പാക്റ്റോ ലിപ്സ്റ്റിക്കോ അതൊക്കെ കളയാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഫേസ് വാഷാണ്. അതുപോലത്തെ ഒരു സിമിലർ സാധനമാണ് ഡോട്ട് ആൻഡ് കീയുടെ മിസലാർ ഫേസ് വാഷ്. ഇതാണ് അതിൻ്റെ ഔട്ടർ ബോക്സ്. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന ഒരു ഔട്ടർ ബോക്സ് ഒന്നും കളയത്തില്ല. ദിസ് വൺ കണ്ടെയ്ൻസ് പാന്തനോൾ ആൻഡ് ആലോ ജ്യൂസ്, cleanses daily makeup, refreshing skin, soap free formula, all skin types, SLS and SLS free ആണ്, പാരബൻ ഫ്രീയും ആണ്. സോ ഇങ്ങനെ ഈ ക്യാപ്പിൽ മറ്റേ ക്ലോസിങ് മെക്കാനിസം ഉള്ളത് നല്ലതാണ്. കാരണം യാത്രയൊക്കെ പോകുമ്പോൾ ബാഗിൽ കിടന്ന് പ്രസ്സാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിൻ്റെ യൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐലൈനറൊക്കെ വേണമെങ്കിൽ ഒരു മിസലാർ വാട്ടറോ മറ്റോ വെച്ചിട്ട് റിമൂവ് ചെയ്യാം, കോലൊക്കെ എഴുതുന്നവരാണെങ്കിൽ. അതല്ലാതെ ഫേസിലെ ഡെയിലി ഡേർട്ടും ജസ്റ്റ് ബേസിക് ആയിട്ട് വരുന്ന മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ ദിസ് ഇസ് വെരി ഗുഡ്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ യാത്രയൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹെവി ഡ്യൂട്ടി മേക്കപ്പ് ഡെയിലി ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. 120 ml ആണ്. ഫോക്സ്ടെയിൽ ഇസ് 100 ml ഐ തിങ്ക്. ഫോക്സ്ടെയിൽ ഇസ് 100 ml. ദാറ്റ് ഈസ് ആക്ച്വലി ക്വൈറ്റ് എ ഗുഡ് എമൗണ്ട്. അത് അത്ര കുറവാണെന്ന് പറയാൻ പറ്റില്ല. തിന്നാണ്. അപ്പം ഈ ബാഗിലൊക്കെ ട്രാവലിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ വളരെ സ്യൂട്ടബിൾ ആണ്. ഇതിനൊരു പക്ക സ്ട്രോബെറി മണമാണ്. ചിലർക്ക് ഈ ഫോക്സ്ടെയിലിൻ്റെ ഡ്യുവറ്റിൻ്റെ മണം പിടിക്കില്ല, കാരണം ഇതിന് മണമില്ല. എൻ്റെ ഹസ്ബൻഡിന് അതിൻ്റെ മണമില്ലായ്മ ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. സ്ട്രോബെറി മണമാണ്. സ്ട്രോബെറി പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് മണം അല്ല. ഞാൻ പെർഫ്യൂംസിലാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ഫുഡ് ഐസ്ക്രീം വേരിയൻസിലൊന്നും സ്ട്രോബെറി ഉപയോഗിക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഓക്കെയാണ്. ഓൺ ഫേസ് ഐ ഡോണ്ട് കെയർ. ബട്ട് ഇഫ് യു ലൈക്ക് സ്ട്രോബെറി ഫ്രേഗ്രൻസ് യു വിൽ ലൈക്ക് ഇറ്റ്. മൂവിങ് ഓൺ ടു എ ഫേസ് സീറം. ഞാൻ അറ്റ് എ ടൈം ഒരു സീറമാണ് മിക്കവാറും എൻ്റെ റുട്ടീനിലുണ്ടാവുക. കാരണം ഒന്നാമത് അതിൽ കൊള്ളൊന്നും ഉപയോഗിക്കാൻ എനിക്ക് സമയമില്ല. രാവിലെ എനിക്ക് സീറം ഇടാൻ പറ്റില്ല. എനിക്ക് രാവിലെ ഫേസ് ഭയങ്കര സ്വെറ്റ് ചെയ്യാം. അപ്പോൾ രാത്രി ഒരു നേരമാണ് സീറം ഇടാൻ കിട്ടുക. ഞാനിപ്പോൾ ഹൈഫൻ്റെ ഡ്യുവൽ ഫേസ് അഡ്വാൻസ്ഡ് ഡീ പിഗ്മെൻറ്റേഷൻ സിറമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. അത് കളർ ചേഞ്ച് മാത്രമല്ല, ഒന്നൊരു ഓയിൽ ബേസും ഒന്നൊരു വാട്ടർ ബേസുമാണ്. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതാണ് ഡ്യുവൽ ഫേസിക്, 2 ഫേസ് എന്നുള്ളത്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ട്രനക്സാമിക് ആസിഡ് 4%, 5% നിയാസിനമൈഡ്, വൈറ്റമിൻ B12, ലിക്കോറിഷ് ഓയിൽ, ബ്യൂട്ടൈൽ റിസോർസിനോൾ.
ഓക്കെ, സോ ടെനക്സാമിക് ആസിഡ് എന്ന് പറയുമ്പം ജനറലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന പോലെ അതൊരു AHA BHA അല്ല, അതൊരു അമിനോ ആസിഡ് ഡെറിവേറ്റീവ് ആണ്. ഇറ്റ്സ് പ്രൈമർലി ഫോർ സ്കിന്നിൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ. ആൻഡ് നിയാസിനമൈഡ് ആസ് വി ഓൾ നോ അത് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറച്ച് സ്കിന്നിന് ബ്രൈറ്റ്നസ് കൊണ്ടുവരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ആൻഡ് ഹൈഫൻ എനിക്കിഷ്ടമാണ് ഈ ബ്രാൻഡ്. ഇവരുടെ ഫേസ് വാഷസ്, മോയ്സ്ചറൈസർ ഞാനിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഐ ബീൻ യൂസിങ് ഇറ്റ് ഫോർ എ വൈൽ നൗ. ഈ സീറം ഐ ലൈക്ക് എ ലോട്ട് ഓഫ് ദെയർ പ്രോഡക്ട്സ്. അവരുടെ പാക്കേജിങ് ആണെങ്കിലും ഇറ്റ്സ് നൈസ്. ഇതാണെങ്കിലും നല്ലൊരു സോളിഡ് ഫീൽ പാക്കേജിങ് ആണ്. ആൻഡ് ദ ടെക്സ്ചർ ഇസ് ഓൾസോ വെരി കംഫർട്ടബിൾ ടു യൂസ്. ഐ ബീൻ യൂസിങ് ഇറ്റ് ഫോർ ദ ലാസ്റ്റ് 2 weeks. എനിക്കങ്ങനെ എടുത്ത് പറയത്തക്ക പിഗ്മെൻറ്റേഷൻ ഇല്ല, പക്ഷേ ഇവിടെയൊക്കെ ഒരു പിഗ്മെൻറ്റേഷൻ ടെൻഡൻസി ഉണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയിലൊക്കെ ഒരു ജനറലി നമ്മൾ കാണുമല്ലോ ഈ ചുറ്റുമൊക്കെ അങ്ങനത്തെ ഒരു പിഗ്മെൻറ്റേഷൻ ടെൻഡൻസിയാണുള്ളത്. ഫുൾ ബോട്ടിൽ തീർത്തിട്ട് വേണം എനിക്ക് റിവ്യൂ തരാനായിട്ട്. ബട്ട് ആസ് ഓഫ് നൗ ഐ റിയലി എൻജോയ് യൂസിങ് ദിസ്. ആൻഡ് ടെനക്സാമിക് ആസിഡ് ഒക്കെ വരുന്ന ഒരുപാട് സീറംസ് ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് ഓഫ് മൈ ട്രസ്റ്റ് ഇൻ ദ ബ്രാൻഡ് ഹൈഫൻ, വിച്ച് ഇസ് വൈ ഐ വെൻറ്റ് അഹെഡ് വിത്ത് ഇറ്റ്. ട്രാവൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, കുറച്ച് ഹെവിയാണ്, ഗ്ലാസ് ബോട്ടിൽ പാക്കേജിംഗ് ആണ്. ബട്ട് ആസ് ഫോർ ദ ക്വാളിറ്റി ഐ റിയലി ലൈക്ക് ഇറ്റ്. ആൻഡ് ദ പ്രൈസിങ് ഇസ് ഓൾസോ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണ്, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറ്റ്സ് എ ഗുഡ് പ്രോഡക്റ്റ്. അനദർ സീറം, ഇത് സീറം അല്ല ശരിക്കും, ഇതൊരു പീലാണ്. ഇറ്റ് ഇസ് ബൈ ദ ബ്രാൻഡ് കൊസീക്ക്. കൊസീക്ക് എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. കൊസീക്കിൻ്റെ മോയ്സ്ചറൈസേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കവിടെ പാക്കേജിങ് അത്ര ഇഷ്ടമൊന്നുമല്ല, എനിക്ക് പൊതുവെ കുറച്ച് ഭംഗിയുള്ള പാക്കേജിംഗ് ആണ് ഇഷ്ടം. കൊസീക്കിൻ്റെ പാക്കേജിങ് ഭയങ്കര സിമ്പിളാണ്, ബട്ട് ഐ ലൈക്ക് ദെയർ ബ്രാൻഡ്. ഇതൊരു പീലാണ്, 11% AHA + BHA + PHA. ഇത് 11% ഉണ്ട്, 22% ഉണ്ട്, 33% ഉണ്ട്. അപ് ടു അവർ ചോയ്സ്. Also based on skin. If you are a beginner in the peeling industry, then please start with a lower concentration, like 11% is good. ഇപ്പം AHA എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ഡ്രൈ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് മെച്യൂർ സ്കിന്നിന് നല്ലതാണെന്ന് നമ്മൾ പറയും. BHA എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണ്, പോസ് ഒക്കെ ക്ലോഗ്ഡ് പോറൊക്കെ ആണെങ്കിൽ BHA നല്ലതാണ്. ആൻഡ് PHA is good for all skin types. This is a chemical exfoliator. സീറം പോലെയാണെങ്കിൽ ഇതൊരു ലീവ് ഓൺ പ്രോഡക്റ്റ് അല്ല. യു ഹാവ് ടു അപ്ലൈ ഇറ്റ്, കീപ്പ് ഇറ്റ് ഓൺ ഫോർ 10 minutes ആൻഡ് ദെൻ വൈപ്പ് ഇറ്റ് ഓഫ്. എൻ്റെ ബാക്കിൽ കൃത്യമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. വൈപ്പോ ചെയ്യാം, വാഷ് ചെയ്യാം, അതിനുശേഷം ജസ്റ്റ് മോയ്സ്ചറൈസ് യുവർ സ്കിൻ. ഡീറ്റെയിൽഡ് വീഡിയോ എക്സ്ഫോളിയേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ദ ഹോൾ പോയിന്റ് ബീങ് കെമിക്കൽ എക്സ്ഫോളിയേറ്റർ നമുക്ക് എന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യാനും പാടില്ല. ഇഫ് യു ആർ ന്യൂ ടു ദ ഹോൾ എക്സ്ഫോളിയേഷൻ പ്രോസസ്, യു ക്യാൻ യൂസ് ഇറ്റ് മേ ബി മന്ത്ലി ഒരു 3 times വല്ലതും ചെയ്ത് നോക്കുക. അതല്ല നിങ്ങൾ കുറച്ചധികം എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ദ പാസ്റ്റ്, യുവർ സ്കിൻ ബാരിയർ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഇറ്റ്, അതിന് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 22% 32% നോക്കാം. എനിവേ ഡെയിലി എക്സ്ഫോളിയേഷൻ്റെ ആവശ്യമില്ല. ഇപ്പം നല്ല നിങ്ങളുടെ സ്കിൻ യൂസ്ഡ് ആണെങ്കിൽ വീക്ക്ലി 2 വരെ മാക്സിമം ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റിക്ക് ടു വീക്ക്ലി വൺസ്. സോ ആൻഡ് ബി വെരി കെയർഫുൾ. അതായത് ഒരു പുതിയൊരു പീല് നിങ്ങളുടെ റുട്ടീനിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ പുതിയ പ്രോഡക്ട്സ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്. അതായത് സ്കിന്നിൽ എന്തെങ്കിലും ബ്രേക്ക്ഔട്ട്സ് വരുവാണെങ്കിൽ നമുക്ക് ഏത് പ്രൊഡക്റ്റാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ 4-5 പ്രൊഡക്റ്റ് ഒറ്റയടിക്ക് മാറ്റി ഉപയോഗിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പീല് പോലത്തെ ഒരു സാധനം ഉപയോഗിക്കുന്ന സമയത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ പീല് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ലേറ്റ് 20s to early 30s ഇസ് എ ഗ്രേറ്റ് ടൈം ടു യൂസ് ഓൾസോ. ബട്ട് ജസ്റ്റ് ബി ഷുവർ ദാറ്റ് ഒരുപാട് സാധനങ്ങൾ ഒറ്റയടിക്ക് മാറ്റരുത്. നമ്മുടെ സ്കിൻ ബാരിയറിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ജസ്റ്റ് ഹാവ് ടു ബിൽഡ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. സോ കൊസീക്കിൻ്റെ ഈ ഒരു 11% ഇസ് എ ഗുഡ് ബിഗിനർ ഫ്രണ്ട്ലി പ്രോഡക്റ്റ് ടു ഗോ ഫോർ. പാക്കേജിംഗ് ഒക്കെ വളരെ കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് യു ക്യാൻ ട്രൈ ദിസ്. ഒരുപാട് എക്സ്ഫോളിയേറ്റിംഗ് ലിക്വിഡ്സ് അല്ലെങ്കിൽ ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. കൊസീക്ക് ഉണ്ട്, മിനിമലിസ്റ്റ് ഉണ്ട്, ഡോട്ട് ആൻഡ് കീക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്സിനാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. വലിയ ഫാഷനബിൾ ഭംഗിയുള്ള പാക്കിംഗ് ഒന്നും ആയിരിക്കത്തില്ല, ബട്ട് പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസിലൊക്കെ ആയിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ യു ക്യാൻ ട്രൈ. സ്പീക്കിംഗ് ഓഫ് ദാറ്റ്, ഈ പ്രോഡക്റ്റും ഞാൻ കാണിച്ചു തരണം. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഐ ഹാവ് ടു ഇൻക്ലൂഡ് ദിസ് ഇൻ ടുഡേയ്സ് വീഡിയോ ഓൾസോ. കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ബ്ലാക്ക് ഹെഡ് റിമൂവൽ. സോ ദിസ് ഇസ് ദ ബ്ലാക്ക് ഹെഡ് മെൽറ്റിംഗ് വാട്ടർ. ഇതിനകത്തുള്ളത് ഗ്ലൈക്കോളിക് ആസിഡാണ്, വിച്ച് ഇസ് എൻ AHA, സിക്ക എക്സോസോം ആൻഡ് സുസിനിക്, pH 5. അപ്പം ഇത് പോർസ് അല്ലെങ്കിൽ മൂക്കിൻ്റെ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനാണ്. ഇതൊരു എക്സ്ഫോളിയേറ്റർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പീലല്ല. യു ക്യാൻ ടേക്ക് ഇറ്റ് ഇൻ എ കോട്ടൺ പാഡ്. നമ്മൾ ഈ മിസ്ലർ വാട്ടറൊക്കെ ഉപയോഗിക്കുന്ന കോട്ടൺ പാഡില്ല, അതിലെടുത്തിട്ട് മൂക്കിൻ്റെ ഏരിയ ഒക്കെ നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തിട്ട് അങ്ങ് വിടുക, അങ്ങനെയുള്ളൂ. സോ ദിസ് ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം എ പീൽ. ഇൻ എനി കേസ് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. 2, 3, 4 ആസിഡ്സ് നമ്മൾ ഒറ്റയടിക്ക് ഫേസിൽ ആഡ് ചെയ്യരുത്. AHAയും BHAയും ഒക്കെ ഉള്ളൊരു പ്രൊഡക്റ്റ് ഉള്ളപ്പോൾ അതിൻ്റെ കൂടെ പിന്നെയും സാലിസിലിക് ആസിഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ആസിഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റെറ്റിനോൾ, വൈറ്റമിൻ സി പോലെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നിച്ച് ഒരു റുട്ടീനിൽ ഫേസിൽ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ചിലരിപ്പോൾ രാവിലെ വൈറ്റമിൻ സി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ദെൻ ദേ പുട്ട് എ സൺസ്ക്രീൻ, ആൻഡ് രാത്രി മേ ബി റെറ്റിനോൾ, അങ്ങനെ, വിച്ച് ഇസ് എ ഫെയർ ബാലൻസ്. ഒരുപാട് ആക്റ്റീവ്സ് ഒന്നിച്ച് മിക്സ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് റൂൾ. ഓക്കെ, കമ്മിങ് ടു ദ മോയ്സ്ചറൈസേഴ്സ്. പാക്കേജിങ് കളഞ്ഞിട്ടില്ല, പാക്കേജിങ് എടുക്കട്ടെ. ഓക്കെ,
എൻ്റെത് ഓയിലി സ്കിൻ ആയതുകൊണ്ടും ഇനി ഓയിലി അല്ലെങ്കിലും ഞാൻ ജീവിക്കുന്നത് ഭയങ്കര വേർക്കുന്ന ഒരു കാലാവസ്ഥയിലായതുകൊണ്ടും ഞാൻ ഒരുപാട് വേർക്കുന്നത് കൊണ്ടും ഞാൻ കഴിവതും ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഹൈഫൻ്റെയും അസയയുടെയുമാണ് ഞാൻ കറൻ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം ഞാൻ ഡേ ടൈം മോയ്സ്ചറൈസറും ഒന്ന് നൈറ്റ് ടൈമും, അങ്ങനെയില്ല, രണ്ടും ഉപയോഗിക്കാൻ പ്രശ്നമില്ല. സ്റ്റാർട്ടിങ് വിത്ത് ദ അസയ മോയ്സ്ചറൈസർ. ഇറ്റ് ഈസ് ദ ന്യൂ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ, വാട്ടർ ലൈറ്റ് ഹൈഡ്രേഷൻ വിത്ത് ഈവൻ ടോൺ, മെലാമെ കോംപ്ലെക്സ്, പ്രിക്ലി പിയർ, സെറാമൈഡ്സ് ആൻഡ് എച്ച് എ, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ്. മെലാമെ കോംപ്ലെക്സ് ഇസ് ഗുഡ് ഫോർ ഒരു പിഗ്മെൻറ്റേഷൻ കുറച്ച് സ്കിൻ ബ്രൈറ്റനിങ്ങിന്. സെറാമൈഡ്സ് ഇസ് ഗുഡ് ഫോർ ഡീഹൈഡ്രേറ്റഡ് സ്കിൻ, എസ്പെഷ്യലി ഇപ്പോൾ സ്കിൻ ബാരിയർ കുറച്ച് കോംപ്രമൈസ്ഡ് ആണ്, ഒരുപാട് ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ സെറാമൈഡ് ഇസ് എ ഗ്രേറ്റ് ഇൻഗ്രീഡിയൻറ്റ്. യു ആർ ഗെറ്റിംഗ് 80 grams ഓഫ് ദ പ്രോഡക്റ്റ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ചെന്ന് വെച്ചാൽ ഞാൻ കൺസീലറും കോമ്പാക്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിന് അണ്ടറിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ മോയ്സ്ചറൈസറാണ്. എനിക്ക് കംപ്ലീറ്റ്ലി കംഫർട്ടബിൾ ആണ്. ഓയിലി ആയിട്ടോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ടെക്സ്ചർ ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ടു ഹെവി, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് അലോവേര അപ്ലൈ ചെയ്യുന്ന പോലെ അല്ല, ഒബ്വിയസ്ലി ബിക്കോസ് ഇറ്റ് ഹാസ് ഇൻഗ്രീഡിയൻസ് ഇൻ ഇറ്റ്, അങ്ങനെയല്ല ഇരിക്കുന്നത്. പക്ഷേ വെരി ലൈറ്റ് വെയ്റ്റ്, അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക മണമൊന്നും ഇല്ലെന്നാണ് എൻ്റെ ഓർമ്മ, സിൻസ് ഐ യൂസ് എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ്. അങ്ങനെ എടുത്തു പറയത്തക്ക മണമൊന്നുമില്ല, മോസ്റ്റ്ലി ലൈക്ക് സെൻറ്റ് ഫ്രീ പോലെയാണ്. ഈ മെലാമെ കോംപ്ലെക്സ് ഒക്കെ കാരണം പിഗ്മെൻറ്റേഷൻ കുറയുമോ, സ്കിൻ ഈവൻ ടോൺ ആവുമോ, അതിലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദ പർപ്പസ് ഓഫ് എ മോയ്സ്ചറൈസർ എന്തായാലും അത് സെർവ് ചെയ്യുന്നുണ്ട്. The next one that I use is 2% Sicca Exosomes hyphen Hydra Balance Oil Free Moisturizer. ഇതാണ് ഞാൻ ഇപ്പം രാത്രി ഉപയോഗിക്കുന്നത്, ബട്ട് ഇത് വേണമെങ്കിൽ പകലും യൂസ് ചെയ്യാം. ദിസ് ഓൾസോ വെരി ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ. ആൻഡ് പാക്കേജിങ് ആണെങ്കിലും ഭയങ്കര തിൻ പാക്കേജിങ്, സോ ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഈ ട്രാവലിനൊക്കെ ജസ്റ്റ് ബാഗിലങ്ങ് ഇടാൻ എളുപ്പമാണ്. അസയാണെങ്കിൽ കുറച്ച് ഉരുണ്ടിട്ടാണ്, ഇതാണെങ്കിൽ കുറച്ച് പരന്നിട്ടാണ്. സോ ദിസ് വൺ കണ്ടെയ്ൻസ് പാന്തനോൾ, നിയാസിനമൈഡ്. പാന്തനോൾ is good for moisture. Niacinamide, as you know, skin brightening. Sicca Exosomes, tiny skin friendly ingredients, ഡീപ്പർ സെൽസിലോട്ട് എത്തി ഹൈഡ്രേഷൻ കൊടുക്കുന്നു. നമ്മുടെ നവരയിലയില്ലേ, മെഡക്കാസോ സൈറ്റ് എന്നൊക്കെ പറഞ്ഞ കൊറിയൻ സ്കിൻ കെയറിലെ ഭയങ്കര കിടൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതാണ് സിക്ക എന്ന് പറയുന്നത്. പിന്നെ സിങ്ക് PCA വിച്ച് ഇസ് പോർ ക്ലോക്സ് കുറയ്ക്കും. അതുപോലെ തന്നെ മഗ്നീഷ്യം, കോപ്പർ ആൻഡ് സിങ്കോഡ് വിച്ച് ഇസ് ഗുഡ് ഫോർ സ്കിൻ ഹൈഡ്രേഷൻ. സോ ഇതും ഡേ ടൈം ഓർ നൈറ്റ് ടൈം മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം, ഒട്ടും സ്വെറ്റി ആക്കത്തില്ല, വെരി കംഫർട്ടബിൾ ഓൺ ദ സ്കിൻ. ഇത് മണമില്ലായ്മയുടെ ഒരു മണമുണ്ടല്ലോ, അങ്ങനെ ലൈക്ക് മോസ്റ്റ്ലി നോ മണം, ബട്ട് ഇഫ് യു വാണ്ട് ടു സെൻസ് സംതിങ് എന്തോ ഒരു ജെൻറ്റിൽ ഫ്രേഗ്രൻസ്. ഐ വുഡ് സേ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്, സെൻസിറ്റീവ് സ്കിന്നിനാണെങ്കിലും ഒരുപാട് ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നല്ലത്. സോ സിന്തറ്റിക് ആയിട്ടുള്ള മണം അങ്ങനത്തെ ഒന്നുമില്ല. ദീസ് 2 മോയ്സ്ചറൈസേഴ്സ് യു ക്യാൻ ഓൾട്ടർനേറ്റ് ആൻഡ് ട്രൈ. എല്ലാ സ്കിൻ ടൈപ്സിനും യൂസബിൾ ആണ്, എസ്പെഷ്യലി ഇഫ് യു ഹാവ് സെൻസിറ്റീവ് സ്കിൻ. ഓൾ റൈറ്റ്, സോ ഐ ഗെസ് എല്ലാ പ്രൊഡക്ട്സും ഞാൻ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. ലെറ്റ് മീ നോ ഇഫ് യു ഹാവ് എനി സജഷൻസ്, ഏതെങ്കിലും ബ്രാൻഡോ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ ഐ വുഡ് ലവ് ടു ട്രൈ ഔട്ട്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. വി വിൽ മീറ്റ് അഗൈൻ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.